പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 31-ാം ദിവസം. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ജെറൂസലേം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിൽ അണിയുക. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും. നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും. ജെറൂസലേം, ഉണരുക, ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക. പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക. ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, നമ്മുടെ കർത്താവായ ദൈവം നമ്മെ അണിയിക്കുവാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വസ്ത്രമാണ് സാന്ത്വനത്തിൻ്റെ അഭിഷേക വസ്ത്രം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും വിളംബരം ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്ത സന്ദേശമാണ് ബാറൂക്ക് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും ജീർണിച്ച വസ്ത്രം അവൻ തന്നെ അഴിച്ചു മാറ്റി അവൻ നിത്യസൗന്ദര്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വസ്ത്രം നമ്മെ അണിയിക്കും. അവൻ്റെ സ്നേഹത്തികവിൽ നാം ആനന്ദിക്കും. പിന്നെ നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടാവില്ല. മരണമോ വിലാപമോ അവശേഷിക്കില്ല. ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവനോടൊത്ത് നിത്യകാലം നമ്മൾ വസിക്കും. അവൻ്റെ ആനന്ദത്തിൽ നാം പങ്കുപറ്റും. അവൻ്റെ മടിയിലിരുന്ന് നിത്യസ്നേഹത്തിൻ്റെ വിരുന്ന് നമ്മൾ ആസ്വദിക്കും. ഇതാണ് നിത്യനായ ദൈവം പ്രവാചകൻ വഴി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നാം പ്രത്യാശയുടെ മക്കളാണ്. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുകയില്ല. ഈ പ്രത്യാശയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഭൂമിയിൽ നാം ഈ തീർത്ഥാടനം നടത്തുക. ഈ തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തിയിൽ നാം നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ദൈവത്തിൻ്റെ തേജസ് അങ്ങനെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. അവിടുത്തെ മഹത്വം നമ്മളെ ആവരണം ചെയ്യും. അങ്ങനെ അവൻ്റെ നിത്യമായ ആനന്ദത്തിൽ, നിത്യജീവിതത്തിൽ നാം പങ്കുപറ്റും. ആയതിനാൽ പ്രവാചകനിലൂടെ നാം കേൾക്കുന്ന തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യവെളിച്ചം വീശുന്ന സുവിശേഷത്തിൻ്റെ സന്തോഷമാണ്. ഈ ആനന്ദവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിൽ അഭിഷേകമുള്ളവരായി നമ്മുടെ ഈ തീർത്ഥാടനം നമുക്ക് പൂർത്തീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആനന്ദദായകനായ ദൈവമേ, എൻ്റെ കണ്ണീരിൻ്റെ വസ്ത്രം അഴിച്ചു കളയണമേ. നിത്യസൗന്ദര്യത്തിൻ്റെ വസ്ത്രം അണിയിക്കുക.
എൻ്റെ ജീവിതയാത്രയിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അങ്ങ് തകർത്ത് കളയണമേ. വിലാപമോ കണ്ണീരോ ഇല്ലാത്ത അങ്ങയുടെ മടിത്തട്ടിൽ എന്നെ ഇരുത്തി അങ്ങയുടെ സാന്ത്വനം എന്നിൽ നിറയ്ക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.